ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നേരിമംഗലത്താട്ടോ. അപ്പോൾ നേരിമംഗലം ടു മൂന്നാർ വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നേരിമംഗലം പുതിയ പാലമൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചി ടു ധനുഷ്കോടി ദേശീയ പാതയാണ് ഇത്. നേരിമംഗലം പാലം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാലമാണല്ലോ. ഇതാണ് നമുക്ക് മെയിനായിട്ട് മൂന്നാറും ആ ഒരു സൈഡിലേക്ക് പോകുന്നവർക്ക് പോകാനുള്ള ഒരു മെയിൻ ഒരു ബ്രിഡ്ജ് വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര വീതി കുറവാണ് കേട്ടോ. രണ്ട് വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുതിയ പാലം നിർമ്മിക്കുവാണ്. ഈ പഴയ പാലത്തിന്റെ തൊട്ടപ്പുറയായിട്ട് നമ്മൾ കാണുന്നതാണ് പുതിയ പാലത്തിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തോരം വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം പണി ഒരു പകുതി പോലും ആയിട്ടില്ല. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. വേറെ കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ആ പുതിയ പാലം പണിയുന്നത് നല്ല വീതിയിലൊക്കെ ആട്ടോ. രണ്ട് വണ്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പാകത്തിനുള്ള വീതിയിലാണ് പാലം പണിത് കേട്ടോ. അപ്പോൾ ഈ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ പുതിയ പാലം പണിയുന്നതിന്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ നേരിമംഗലം പാലം എന്തോരം വരെയൊക്കെ ആയി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാം. അപ്പം ഞങ്ങൾ നേരിമംഗലം വന്നപ്പം ഇവിടുത്തെ ഈ പാലം പണിയൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, പഴയ പാലത്തിന്റെ 2 ഇരട്ടി വീതി ഉണ്ട് കേട്ടോ പുതിയ പാലം പണിതതിന്. പഴയ പാലത്തിൽ കൂടെ വരാനാണെങ്കിൽ വൺ സൈഡ് മാത്രമാണ് ഹെവി വണ്ടികൾക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അന്നേരം മറ്റേ സൈഡിലെ വണ്ടികളെല്ലാം നിർത്തിയിടുമായിരുന്നു കേട്ടോ നേരത്തെ. നിങ്ങൾ വന്നപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ ഹോളിഡേ ആയിട്ട് തന്നെ ഇവിടെ വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 2026, 27 ആകുമ്പോഴത്തേന് ഫുള്ള് ഈ ഒരു പാലത്തിന്റെ പണിയൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ നേരിമംഗലത്ത് ഈ പഴയ പാലം പണി കഴിഞ്ഞത് 1935 ഏകദേശം ഒരു 91 വർഷം പഴക്കമുള്ള ഒരു പാലമാട്ടോ ഇത്. എന്നിട്ട് ഈ പാലത്തിന് ഒരു പ്രശ്നമോ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പാലത്തിന് വീതി കുറവാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര വീതിയായിരിക്കും. പക്ഷെ കാലം മാറിയതോടുകൂടി വണ്ടിയുടെ എണ്ണമൊക്കെ കൂടി ഇപ്പം പാലത്തിന് വീതി ഇല്ലാണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് പുതിയ പാലം ഇവിടെ പണിയുന്നത് കേട്ടോ. പാലത്തിന്റെ ഇങ്ങേ സൈഡ് എന്ന് പറയുന്നത് എറണാകുളം, അങ്ങേ സൈഡ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ് കേട്ടോ. ഈ 2 ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം കൂടെയാണ് ഈ നേരിമംഗലം പാലം. അപ്പൊ നേരിമംഗലം പാലത്തിന്റെ പുതിയ പാലത്തിന്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റിങ്ങോ ഇവിടെ ബ്ലോക്കോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേഗം പാലം പാസ് ചെയ്ത് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. നേരിമംഗലം ഇവിടെ പാലം പണിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് റോഡിനൊക്കെ കുറച്ചും കൂടെ ഒരു വീതി കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടൊക്കെ പോകുമ്പോൾ നേരിമംഗലം പാലത്തിന്റെ ആ പണിയും ഒക്കെ കണക്കിലെടുത്ത് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഇതിൽ പോകാനായിട്ട് കേട്ടോ. രാജഭരണകാലത്ത് മൂന്നാറിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊച്ചിയിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടി പണിത ഒരു പാലമാണ്. 91 വർഷം പഴക്കമുള്ള ഒരു പാലമാട്ടോ ഇത്.